ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരീട്ടാ. അപ്പം നിങ്ങളൊക്കെ നനച്ചുള്ളി പണി കഴിഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ല കേട്ടാ. നമ്മളിപ്പോൾ അതാ ഓരോന്നോരോന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ വന്നു. ഇന്നിപ്പോൾ പായസം ഉണ്ടായിന്ന്. അപ്പോൾ അതാ ഹാളിൽ നിന്നൊക്കെ വലിച്ചു വാരി പുറത്തേക്കിട്ട് വെയിലൊന്ന് തട്ടിച്ചുകാണ്ട് നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു സുഖമാണല്ലോ, ഒരു പൊന്തും ചെയ്യും, അത് സോഫ വന്നിട്ട് നല്ല വൃത്തിയാവും ചെയ്യും. അപ്പോൾ അതൊക്കെ കൂടെ ഇങ്ങനെ ഉണ്ട് വലിച്ചു വാരി പുറത്തേക്ക് ഇട്ടതാ. നമ്മളെ പൂച്ചക്കുട്ടി അതാ ഒപ്പം കേൾക്കണം വെയിലും കൊണ്ടിക്കണ്ട്. അപ്പോൾ ആരെങ്കിലും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ പണിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കാണ്ട് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഒരു വേദന ഭയങ്കര സങ്കടം തന്നെയാണ് അല്ലേ. അതിനിപ്പോൾ എന്തായിക്കോട്ടെ, ഏതായാലും നമുക്ക് ഉണ്ടാക്കി നട്ട് നനച്ചുണ്ടാക്കിയിട്ട് പിന്നെ അത് കാണാനില്ലാതാവുമ്പോൾ ഭയങ്കര സങ്കടമായിക്കാരം. ഇത് കുറേ മുമ്പ് കക്കാൻ തുടങ്ങിയിരിക്കണം ഇവിടെ. ഏത് കള്ളനാണ് ഏതാ ഇപ്പം ഈ പണി പറ്റിച്ചിന് ചതിക്കണ് എന്നുള്ളതൊന്നും നമ്മൾ അറിഞ്ഞില്ല. എത്രക്ക് വലിയ ചതിയാവുമെന്ന് നമ്മൾ കുളർക്കില്ലല്ലോ. ആരാണ് എന്താണെന്നറിയില്ല. ഇന്നലെ ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഈ ഇതിലുണ്ടായ ഈ പൂക്കളും ചെടികളും ചീരാളും മൊത്തം ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടുകാണ്ട് പിന്നെ ഇന്ന് വന്നിക്കാണ്ട് സഹിക്കാൻ പറ്റാതെ ഈ പണി കാട്ടിയതാണ്. ഈ ഒരു ചീര ഞാൻ ഇന്നേക്ക് കൂട്ടാനുകാരന് വെച്ചതായിരുന്നു. അതുപോലെ തന്നെയാണ് അതാ ചെമ്പരത്തിൻ്റെ പൂവ് മൊട്ട് ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ഞങ്ങളില്ലാത്തപ്പോൾ ഒച്ചപ്പാട് കേട്ടപ്പോൾ മൂപ്പര് രാത്രി നീച്ച് നോക്കിക്കണു ജനലിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ പുറത്തത്തെ വെളിച്ചത്തിൽ ഇങ്ങനെ കണ്ടക്കണം. അപ്പോൾ ഇതാ പായസം ഇതൊക്കെ കൂടെ വലിച്ച് വാരിക്കാണ്ട് ഉള്ളിക്കിട്ട് തട്ടി കൊട്ടിക്കാണ്ട്. അപ്പോൾ ഇങ്ങനെ വാക്യൂം ക്ലീനർ ഉണ്ടായതുകൊണ്ട് എന്താണ് നമുക്ക് അതിൻ്റെ പൊടി ഇതൊക്കെ ഉള്ളിത്തതൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റൂട്ടാ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒക്കെ ഒന്ന് തട്ടി കൊട്ടിയാൽ മതി. അപ്പോൾ ഏതായാലും ഇനി അപ്പുറത്തേക്കൊന്ന് പോയി നോക്കണം. അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് വലിച്ച് വാരി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കൽ കഴിയട്ടെ, എന്നിട്ട് വേണം അതിന് ഇറങ്ങാൻ വെച്ചിട്ട് നിന്നതാണ്. ഇപ്പോൾ അതാ ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുക കാണുമ്പോൾ. അതൊക്കെ ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടേക്കണം. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കോണ്ടി. അതൊക്കെയും ഇവർ നനക്കാതെ ഇക്കാണ്ട് ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ട് ഞാനതൊക്കെ പൊട്ടിച്ച് വെളിച്ച് കളഞ്ഞിന്ന്. പിന്നെ നന കിട്ടിയപ്പോൾ ഇങ്ങനെ വേരുമെന്ന് പൊന്തി വന്നിക്കാണ്ട് ആ റോസൊക്കെ വിരിഞ്ഞ് നിന്നപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടാ. എത്രയാണെങ്കിലും നമ്മളിത് നനച്ചുണ്ടാക്കിക്കാണ്ട് അത് ഇല്ലാതാവുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. എനിക്കങ്ങനെയാണ്. പൂക്കളും ചെടികളും പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ വേദന അറിയാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് എടുത്തതായിരുന്നു. കൊല കുത്തി പൂത്തിട്ട് ചെടി ഇങ്ങോട്ട് ചാഞ്ഞീന്നു. ഏതായാലും പൂക്കൾ കഴിയട്ടെ, എന്നിട്ടൊക്കെ ഒന്ന് വെട്ടി കട്ടിങ് എടുക്കണം എന്ന് വിചാരിച്ച് നിന്നതായിരുന്നു. അപ്പോഴത്തേന് ഇപ്പം അതൊന്നും ഇല്ലാതെ പോയി. ചീര ഇന്നേക്ക് കൂട്ടാനാക്കും എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് എടുത്തായിരുന്നു. സൗന്ദര്യത്തിനും വേണ്ടിയിട്ട് സൗന്ദര്യമുള്ളത് മാത്രമാണ് മൂപ്പത്തേര് തിന്ന് പോയിക്കണത് ഏതായാലും. അപ്പോൾ ആരാ നോക്കുമ്പോൾ കടമാനാണ് കേട്ടോ, മാനാണ്. അല്ലാതെ പോത്തും ആടും പൈക്കുട്ടിയൊന്നുമല്ല വന്ന് തിന്നിക്കണത്. വല്ലാത്തൊരു സങ്കടം. എന്താ പറയുക, വൈകുന്നേരം വരെ ഉണ്ടാവും. ഇതിന് മുമ്പ് ഇതുപോലെ ഈ റോസൊക്കെ തിന്ന് പോയിന്ന്. അപ്പോൾ ആരപ്പോൾ ഇത് ഇങ്ങനെ പൂ മാത്രം എത്തിയലിഞ്ഞ് എടുത്തിട്ട് പോയി എന്ന് വിചാരിച്ച് നിൽക്കുകയെന്ന്. അപ്പോഴൊന്നും ആളെ പിടി കിട്ടിയില്ല. പിന്നെയാണ് ആളെ കണ്ടുപിടിച്ചത്. പിന്നെ വന്നിട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ടാമത് പൂക്കളുണ്ടായിന്ന് കറക്റ്റ് അറിയുന്നുണ്ടായിരിക്കും അതിനെ. വന്ന് ആ റോസ് പന്നീർ റോസ് അതിനകത്ത് ചെടിമക്ക് വളർത്തി വിട്ടതേന്ന്. ആ മേലെ വരെ തിന്നക്കണു. ഭയങ്കര ഒരു സങ്കടം. കറക്റ്റ് ഇന്നലെ വീഡിയോ ഇട്ട് കണ്ടുകാണ്ട് വന്ന പോലെ ഉണ്ട്. ഏതായാലും ഇനി പൂവുണ്ടായാലും ഞാൻ വീഡിയോ ഇടൂല. ഇനി കണ്ടിട്ട് ഇനിയിപ്പോൾ തിന്നാൻ വരണ്ട. ബോഗൻവില്ല ഇതട്ടാ അതുപോലെ തന്നെ അതിമേലൊക്കെ കുഞ്ഞു മുട്ട് വന്നതേന്നു. അതും ഒക്കെ തിന്നാൻ പറ്റുന്നിടത്തോളമൊക്കെ വയറ് നിറഞ്ഞേക്കിന് ഇട്ടെറിഞ്ഞ് പോയിക്കണു. ഏതായാലും വേറെ പൂക്കളൊന്നും തൊട്ടിട്ടുമില്ല. എന്നാലും ആ റോസ് മാത്രമേ ഉള്ളേനു. ബോഗൻവില്ലിൻ്റെ ചെമ്പരത്തി അതൊക്കെ ആയിരിക്കും അതിന് പറ്റിയിരിക്കണത്. ആ മൂപ്പര് പറഞ്ഞ അന്നൊരു ദിവസം ഇതേമാതിരി ഒച്ചപ്പാട് കേട്ടപ്പോൾ നീച്ച് നോക്കുമ്പോൾ എത്രമാനം ഹൈറ്റിലുണ്ട് അറിയണ്ടായിരുന്നു. കടമാനം ഭയങ്കര ഹൈറ്റ് ആയിക്കാരം. ഏതായാലും ഇനിയിപ്പോൾ മണ്ണിൻ്റെ അടിയിലുണ്ടാക്കുന്നത് മുള്ളംപന്നി വരെ പന്നിയും വന്ന് കുത്തി മറിച്ച് തിന്നു പോവുക. അല്ലാത്തത് മേലെ വല്ല അടക്കാപ്പായം വേറെ ഉണ്ടെങ്കിൽ ആ കുരങ്ങും വന്ന് തിന്നു പോവുക. അതുമില്ല ഇതുമില്ല ഒന്നുമില്ല. ആകെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഗാർഡനും പൂക്കളും ഇന്ന്. ഇപ്പം ഇതും തിന്നു പോണ്. എന്നാൽ ഇതൊന്നും തൊട്ടിട്ടില്ല. റോസും ഇത് മാത്രമാണ് തിന്ന് വയ്ക്കണത്. വല്ലാത്തൊരു ചതിയാണ് ഈ ചതി. കാണാൻ പറ്റണില്ല എനിക്ക്. ഇനിയിപ്പോൾ എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കും എന്നറിയില്ല. ഏതായാലും പോയത് പോയി.